എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന 2 മാസം നിങ്ങളാണ് അവരെ നോക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ സമയം മുഴുവൻ ഏകദേശം ഈ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലവാക്കുന്നുണ്ടാവുക. അപ്പോൾ ഫോൺ യൂസേജ് ആയിരിക്കും ഏറ്റവും വലിയ ഒരു വില്ലനായിട്ട് മാറുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ തിരിച്ച് കുട്ടിയെ ട്രാക്കിലേക്ക് ആക്കണമെങ്കിൽ വലിയ പ്രയാസം വരും. അവർക്ക് അറ്റൻഷൻ ഉണ്ടാവില്ല. അവർ വലിയ രീതിയിൽ ഈ ഫോണിൽ അടിമകളായി മാറിയിട്ടുണ്ടാവും. അഡിക്ഷൻ ഉറപ്പായിട്ട് അവരെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, ഒരു മദ്യപാനി എങ്ങനെയാണോ മദ്യത്തിൽ നിന്നും അവനെ തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സ്വയം എനിക്ക് വേണ്ട എന്ന് ഉപേക്ഷിച്ചാൽ പോലും തിരിച്ച് ആ സമയമാകുമ്പോൾ കഴിക്കാനുള്ളൊരു ടെൻഡൻസി, അതിനേക്കാൾ വളരെ വലിയ ഒരു അവസ്ഥയാണ് ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ അതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും. ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം അവർക്ക് വേറെ പഠിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന ധാരണയിൽ നമ്മളും ഇതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫോണ് ഒന്ന് റെഗുലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് തിരിച്ച് സ്കൂളിൽ വന്ന് മറ്റ് കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ രക്ഷിതാക്കളാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വലിയ രീതിയിൽ നിങ്ങളുടെ ഇടപെടൽ വേണം. എന്നാൽ മാത്രമേ കുട്ടികളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അത് റെഗുലേറ്റ് ചെയ്യാം. നമുക്ക് ഇത്ര സമയം ഫോൺ കണ്ടാൽ മതി. അത് സ്കൂളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. പ്രിൻസിപ്പൽ സാറും ടീച്ചേഴ്സും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവരത് ചെയ്തോളും. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു ബുക്ക് വാങ്ങിയിട്ട് ഓരോ ദിവസവും എത്ര നേരം ഫോൺ വാച്ച് ചെയ്തു, അങ്ങനെ അതിൽ കൃത്യമായിട്ട് സമയം മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഭക്ഷണം എന്തെല്ലാം നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഫുഡിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എല്ലാവിധ പോഷകങ്ങളും ഉൾക്കൊള്ളിക്കണം. അത് മസ്റ്റായിരിക്കണം. കൂടുതലായിട്ട് ഇത് ചൂട് സമയത്ത് ധാരാളമായി നോൺ വെജ് കഴിക്കുക, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നോൺ വെജ് ഫുഡിലേക്ക് പോവാതെ, അതുപോലെ ഹോട്ടൽ ഭക്ഷണത്തിൽ പോവാതെ വീട്ടിൽ തന്നെയുള്ള സമീകൃതമായിട്ടുള്ള ഒരു ആഹാര രീതി നമ്മൾ കൊണ്ടുപോകണം. അതിന് നമ്മളൊന്ന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കുട്ടികളുടെ കയ്യിലാണ് ഫോണ്. അവർ ഹോട്ടലുകളിൽ ബുക്ക് ചെയ്ത് അത് കൊണ്ടുവന്ന് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ വീടുകളിലേക്ക് ഇപ്പോൾ ഇങ്ങനെ വാഹനങ്ങളിൽ ഫുഡ് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം അവർ യൂസ് ചെയ്യും. അതിലൂടെ അവർക്ക് കിട്ടാൻ പോകുന്ന വലിയ വിപത്ത് എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ. ഇന്ന് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ കാണാൻ പോകുന്ന വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ധാരാളമായി ആൾക്കാർ ഡോക്ടേഴ്സെ കാണുന്നത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. കൂടാതെ നമുക്ക് ഇപ്പോൾ ഉത്സവങ്ങളാണ്, അതുപോലെ തന്നെ മറ്റ് വീടുകളിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം നല്ലതാണ്. കുട്ടികൾ ഇതിലൊക്കെ പോകണം. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ അതിൽ വേണം എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ ഇതെല്ലാം കാണട്ടെ, ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്ത് ഇതിലൊക്കെ ആസ്വദിച്ച് അവനൊരു സമൂഹ ജീവിയായി മാറുന്ന, അങ്ങനെ ഒരു സോഷ്യൽ അനിമലാണല്ലോ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന പലതിലും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ശ്രദ്ധ, നമ്മുടെ ഒരു അവനിലേക്കുള്ള നോട്ടം നമ്മുടെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് കുഞ്ഞിനെ ഈ ചീത്ത കൂട്ടുകെട്ട് അതുപോലത്തെ പ്രശ്നങ്ങൾ, ഈ പ്രായം ഒരു വലിയ കാര്യമാണ്. എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടിയുടെ പ്രായത്തിനേക്കാൾ മുതിർന്ന കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ മുതിർന്നവരുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അവരെ കാണുമ്പോൾ അവരുടെ പ്രവൃത്തിയൊക്കെ അത് അനുകരിക്കാൻ തുടങ്ങും. അതിലൂടെ പല രീതിയിൽ ദുഷിച്ച ഹാബിറ്റ്സ് ഒരു ഭയങ്കരമായി കുട്ടിയെ അത് ബാധിക്കും. അപ്പോൾ അത് ഇൻഫ്ലുവൻസ്ഡ് ആവും കുട്ടികൾ. അപ്പോൾ ഈ പറഞ്ഞ ദുശ്ശീലങ്ങളിലേക്ക് പോകും. അതെല്ലാം നമ്മൾ അറിയില്ല. ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടി അതിലൊന്നും പെടില്ല എന്ന് വിചാരിക്കരുത് പ്ലീസ്. അതൊക്കെ ഉണ്ട്. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. കുട്ടികളും ഇന്നസെൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് പോയി പെടാൻ സാധ്യത കൂടുതലാണ്.
അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ റിലേറ്റീവ്സ് വീട്ടിൽ പോകുമ്പോഴായാലും എവിടെ പോകുമ്പോഴും നമ്മൾ അതിന് വേണ്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളെ അവിടെ ഏൽപ്പിക്കണം. ഈ കുഞ്ഞ് വന്നിട്ടുണ്ട്, അവനെ ശ്രദ്ധിക്കണം, അവൻ ആരായിട്ടാണ് കൂട്ടുകൂടുന്നത്, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഈ കുളങ്ങളിൽ പോവുക, അതുപോലെ കോറികളിലേക്ക് പോവുക, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്കൊക്കെ പോയി, അതുപോലെയുള്ള നിരവധി അനുഭവങ്ങൾ നമ്മൾ പത്രം തുറന്നാൽ അറിയാം. കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ പെട്ടതായിട്ടുള്ള ഒരു ഇൻസിഡൻസ്, ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഈ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടുകാർ അവരുടേതായ ജോലി റൂട്ടീൻ വർക്കിൽ അവരുണ്ടാവും. പക്ഷേ ഈ കുട്ടികൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കൂട്ടുകാരുടെ ഒപ്പം പോയി പല രീതിയിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അപകടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ശ്രദ്ധയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ജോലി തിരക്കിൻ്റെ ഇടയിൽ അച്ഛനും അമ്മയും ഇന്ന് തിരക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടും. നമ്മൾ ഫോണും കൊടുത്ത് ഫോണിലാണല്ലോ എന്ന് പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ ബന്ധു വീട്ടിലാണല്ലോ എന്നെല്ലാം ഒരു ഇമ്പ്രഷനിൽ നമ്മൾ ഇരിക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി കാണണം. എന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞ് നല്ല രീതിയിൽ വളരണുള്ളൂ. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത്, കൃത്യമായി സുരക്ഷിതരാണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൂടാതെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഈ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലെ കുട്ടികളാണ് എപ്പോഴും കുറച്ചും കൂടി അവരുടെ വിചാരം അവരെല്ലാം മനസ്സിലായി, അവർക്കെല്ലാം അറിയാമെന്നൊരു ധാരണയാണ്. പക്ഷേ സത്യത്തിൽ അവർക്ക് ഒന്നും അറിയൂല. അവരെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. അത് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഇത്തരം കുട്ടികളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. അവരെ ഫിസിക്കൽ അബ്യൂസ് നടക്കുന്നുണ്ട്. അവർ പറയാൻ മടിക്കുകയും ചെയ്യും. അവർക്ക് ഭയമാണ്, എങ്ങനെ ഇത് ആരോടാ പറയുക എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇന്ന് ഒത്തിരി പേര് ഫിസിക്കൽ അബ്യൂസിൽ പെട്ടുപോകുന്നുണ്ട്. അത് മെൻ്റലി ഭയങ്കര ട്രോമാറ്റൈസ്ഡ് ആവും. അത് ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞിന് മുന്നോട്ട് വരാൻ കഴിയാത്തൊരു അവസ്ഥ എത്തും. അപ്പോൾ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി കാണുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് പുസ്തകങ്ങൾ വായിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കുക. കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ, കഥകളൊക്കെ വായിക്കാൻ പറയുക. അതിൻ്റെ ജിസ്റ്റ് അവരതിൽ എഴുതി വെക്കാൻ പറയുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ബുക്ക് വാങ്ങണം. അവരുടെ ഭക്ഷണം, നേരത്തെ നമ്മുടെ അവതാർ ഉണ്ടല്ലോ, അതിലെന്തായിരുന്നു ഫോളോ ചെയ്ത് നേരത്തെ എണീക്കുക. അതുപോലെയൊക്കെ ഇപ്പോൾ പുലർച്ചെ എണീക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു സമയം, ഒരു 7 o'clock ഉള്ളിൽ ഒരു കുഞ്ഞ് എണീക്കണ്ടേ? അപ്പോഴല്ലേ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചിട്ടയാവുള്ളൂ. അപ്പോൾ അതുപോലത്തെ എത്ര സമയത്ത് വേക്കപ്പ് ടൈം എഴുതുക, ബെഡ് ടൈം എപ്പോഴാണ് കിടക്കാൻ പോയത് എഴുതുക, ഭക്ഷണം കറക്റ്റായി കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് മെൻഷൻ ചെയ്യുക, അവരെ വെള്ളം കുടിക്കുക. കൂടാതെ കളിക്കാൻ മസ്റ്റായിട്ട് വൈകുന്നേരം ഒരു 2 മണിക്കൂറെങ്കിലും ഓടിച്ചാടി കളിക്കാനുള്ളൊരു രീതി, ഇതെല്ലാം ആ ബുക്കിൽ നോട്ട് ചെയ്ത് നിങ്ങൾ വൈകുന്നേരം അതിൽ ഒപ്പിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഈ ടീച്ചേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം ടീച്ചേഴ്സിനോട് പറയാൻ പറ്റും, എൻ്റെ കുട്ടി ഇത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഫോട്ടോ എടുത്ത് അയക്കാൻ നോക്കുക. അപ്പോൾ വാട്സാപ്പിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് റാൻഡമായി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് ഒരു സ്കൂളിൽ കുട്ടി ജോയിൻ ചെയ്ത കുട്ടി TC വാങ്ങി പോകുന്നത് വരെ ആ സ്കൂളിൻ്റെ കുട്ടിയാണ്. ലീവാണെന്നോ സൺഡേ ആണെന്നോ ഹോളിഡേ ആണെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മളതിൽ നിരന്തരം ഒരു അധ്യാപകനും അതുപോലെ രക്ഷിതാവും തമ്മിൽ ഒരു നിരന്തരം കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ കുട്ടി എപ്പോഴും ട്രാക്കിലായിരിക്കും. അപ്പോൾ പുസ്തകം വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ വേരിയസ് ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്ക്, പല എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ. അത് ചിലപ്പോൾ ഏതെങ്കിലും സ്പോർട്സിലാവാം, അല്ലെങ്കിൽ ആർട്സിലാവാം, അല്ലെങ്കിൽ നീന്താനോ സ്കേറ്റിങ്ങോ എന്തോ ആവട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയിൽ താല്പര്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യിക്കുക. അതിനൊക്കെ നമ്മൾ കൂടെ പോവുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തിരിച്ച് അതുപോലെ നിങ്ങളെ ഏൽപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ സുഖമായി മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ വീണ്ടും ജൂൺ ജൂലൈ എല്ലാം ഈ കുട്ടികളെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ അറ്റൻഷൻ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കേണ്ടി വരും. അതെല്ലാം വെറുതെ സമയം വേസ്റ്റ്, ഒരു പ്രൊഡക്റ്റീവ് അല്ലാതായി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കോപ്പറേഷൻ ഇതിൽ മസ്റ്റാണ്. നിങ്ങൾ തിരക്ക് പിടിച്ച വിധത്തിലിടയിൽ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കുട്ടികളുടെ കാര്യം നിങ്ങൾ അതിനെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരണം. ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ നിങ്ങളും കൂടി ചേർന്നിട്ട് വേണം ആ കുട്ടിയെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എല്ലാ ആംഗിളിലും നിങ്ങളുടെ ശ്രദ്ധ വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്.
തീർച്ചയായിട്ടും നമുക്ക് വളരെ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ വെക്കേഷൻ അടിപൊളിയാവട്ടെ, ഹാപ്പി ആവട്ടെ, എല്ലാ തരത്തിലും നിങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.